സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തു വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. രഘുനന്ദൻ കമ്മത്താണ്. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകനായ രഘുനന്ദൻ കമ്മത്താണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം 2024 അന്തരിച്ചു. യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ ആണ്. യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം ആരാണ്? കരീന കപൂർ ആണ്. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതി. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ പുതിയ AI പദ്ധതി ഏത്? ഗജരാജ എന്നതാണ്. ഗജരാജ എന്നത് റെയിൽവേയുടെ AI പദ്ധതിയാണ്. ലക്ഷ്യം ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39ാം സ്ഥാനം. 1ാം സ്ഥാനമുള്ളത് അമേരിക്ക. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50ാം വാർഷികം ആചരിച്ചത് എന്നാണ്? 2024 മെയ് 18 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണമായ സ്മൈലിംഗ് ബുദ്ധ 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച് നടന്നത്. അതിൻ്റെ 50ാമത്തെ വാർഷികമാണ് 2024 മെയ് 18 ആചരിച്ചത്. അടുത്ത ചോദ്യം, എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതി ഏതാണ്? സ്മാർട്ട് PDS എന്നാണ്. സ്മാർട്ട് PDS. സ്മാർട്ട് PDS stands for Scheme for Modernization and Reforms through Technology in Public Distribution System. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോസ്റ്റ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത്. ഇന്ത്യൻ കോസ്റ്റ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് മണ്ഡപത്താണ്. തമിഴ്നാട്ടിൽ മണ്ഡപത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത്. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതി. മേരി സഹേലി. പദ്ധതിയുടെ പേര് മേരി സഹേലി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200 ആണ്. FWD-200 ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ DD കിസാൻ ചാനൽ അവതാരകർ AI അവതാരകർ. ഇന്ത്യയിലെ കർഷകർക്കായിട്ട് വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായിട്ട് ദൂരദർശൻ DD കിസാനിലെ AI അവതാരകരാണ് AI കൃഷ്, AI ഭൂമി എന്നിവർ. AI കൃഷ്, AI ഭൂമി എന്നിവർ. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് പിക്സൽ, HDFC ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് HDFC. സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ 1ാമത്തെ രാജ്യമായിട്ട് മാറിയത്. സൗരോർജ ഉൽപാദനത്തിൽ 1ാമത്തെ രാജ്യം ചൈനയാണ്. ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ് ഉള്ളത്.
2024 മെയ് 20 മുതൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത്. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ആർക്കാണ്? CISFനാണ്. CISFനാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമ. ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയുടെ പേരാണ് ടെൻസിംഗ് എന്നത്. ഏത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിനു പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണം എന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? പുനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിനായ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം കാങ്കാസന്തുറൈ തുറമുഖമാണ് ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ്. സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? പ്രതിബിംബ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. റോക്കറ്റാണ് അഗ്നിബാൺ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഐറ. സംവിധാനം ചെയ്തത് സാം ഭട്ടാചാര്യയാണ്. ചിത്രത്തിൻ്റെ പേര് ഐറ. പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഐറ. GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പ് ഇനം ഏത് സംസ്ഥാനത്തിലാണ്? GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പിനം ഉത്തർപ്രദേശിലാണ്. ഇത് ദുരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നു. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 75 വർഷങ്ങൾക്ക് ശേഷം. മുഖി എന്നാണ്. മധ്യപ്രദേശിലെ കൂനോ ദേശീയോദ്യാനത്തിലാണ് ചീറ്റക്കുഞ്ഞിന്റെ പേര് മുഖി. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രോൺ ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രോൺ ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്താബേട്ട് ഏത് സംസ്ഥാനത്താണ്? കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്താബേട്ട് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആന്റിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹകൻ ആരാണ്? സന്തോഷ് ശിവനാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആന്റിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹകനാണ്
സന്തോഷ് ശിവൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. ദി ഷെയിംലെസ് എന്ന പുരസ്കാരത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് സത്യദീപ് ഗുപ്ത. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി കുതിരകൾ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഡാറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനിയാണ് റിലയൻസ് ജിയോ. ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകളാണ് ബീഹാറിലെ നാഗി പക്ഷി സങ്കേതം, അതുപോലെ നക്തി പക്ഷി സങ്കേതം എന്നിവ. ബീഹാറിലെ നക്തി പക്ഷി സങ്കേതങ്ങളാണ് ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് PV സിന്ധു. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ്. ഗുജറാത്തിലെ ഗീർ വനത്തിനുള്ളിലുള്ള ബനേജ് പോളിംഗ് സ്റ്റേഷനിലെ ഏക വോട്ടറുടെ പേര് മഹന്ത് ഭാരത് ദാസ് ദർശൻ ദാസ്. ഗുജറാത്തിലെ ഗീർ വനത്തിനുള്ളിലുള്ള ബനേജ് പോളിംഗ് സ്റ്റേഷനിലെ ഏക വോട്ടറുടെ പേരാണ് മഹന്ത് ഭാരത് ദാസ് ദർശൻ ദാസ്. ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഷോംപെൻ. 18ാമത് ലോകസഭയിലെ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ഭർതൃഹരി മെഹ്താബ്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യവേദിയായത് ശ്രീനഗറാണ്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024 അന്തരിച്ച പ്രൊഫസർ CV ചന്ദ്രശേഖർ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? പ്രൊഫസർ CV ചന്ദ്രശേഖർ ഭരതനാട്യം നർത്തകൻ. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയമാണ് സ്മൃതി ഭവൻ. മ്യൂസിയത്തിന്റെ പേര് സ്മൃതി ഭവൻ. ഭുജ് ഭൂകമ്പത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച മ്യൂസിയമാണ്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആത്മഹത്യാ ഡ്രോൺ നാഗാസ്ത്ര 1. ഇന്ത്യയിലെ സ്വതന്ത്ര സമര സേനാനികളുടെയും
പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ജഗ്ദീപ് ധൻകറാണ്. പ്രേരണാ സ്ഥൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ജഗ്ദീപ് ധൻകറാണ്. മെർസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ നഗരം മുംബൈ. 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24-നാണ്. 2024 ജൂൺ 24-നാണ് 18ാമത് ലോകസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. 18ാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഗംഗാ നദിയാണ്. ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ്. കർണാടകയിലെ ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത്. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം? ടീസ്റ്റ നദീജലം ബംഗ്ലാദേശാണ്. ഇന്ത്യയും ബംഗ്ലാദേശും. 53ാമത് GST കൗൺസിൽ മീറ്റിംഗിന്റെ വേദി 53ാമത് ന്യൂഡൽഹി. എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കും ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഗലൂബർ യുദ്ധസ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ലഡാക്ക്. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം GSAT-N2 ആണ്. GSAT-N2. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് GSAT-N2. 2024 അന്തരിച്ച ജൈവ കൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷക ആരാണ്? കമല പൂജാരിയാണ്. കമല പൂജാരി. 53ാമത് GST കൗൺസിൽ യോഗത്തിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങൾ ഏതൊക്കെയാണ്? റെയിൽവേ സേവനങ്ങളും വിദ്യാർത്ഥി ഹോസ്റ്റൽ സേവനങ്ങളും 53ാമത് GST കൗൺസിൽ യോഗത്തിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങൾ. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്ഥാനം 82ആണ്. 1ാം സ്ഥാനം സിംഗപ്പൂർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. റോസറിറ്റ എന്ന നോവലിന്റെ രചയിതാവ്. നോവലിന്റെ പേര് റോസറിറ്റ. ആരുടേതാണ്? അനിത ദേശായി. അനിത ദേശായി. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം 78ാമത് വികാസ ഭാരതം. വികാസ ഭാരതം. കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുംഫി ഉദയ് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ്. കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ. ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് 1933 എന്നത്. 1933. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിൽ 22,000 പുസ്തകങ്ങൾ വികസിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയവും യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും ആരംഭിച്ച പദ്ധതി അസ്മിതയാണ്. പദ്ധതിയുടെ പേര് അസ്മിത. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിൽ 22,000 പുസ്തകങ്ങൾ വികസിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയവും യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത. കൊതുകുകളിലൂടെയും മണൽ ഈച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ
ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്തിലാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്? 100 രൂപ നാണയമാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ സ്മാരക നാണയം 100 രൂപ നാണയമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കുകപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കുകപ്പലാണ് സാൻ ഫെർണാണ്ടോ. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം. ആദിത്യ L1 ആണ്. ആദിത്യ L1. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരം ബംഗളൂരു ആണ്. 2024 ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് വേദിയായത്. 2024 ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയ ആദ്യ ഭരണ കേന്ദ്രം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളവും ഉത്തരാഖണ്ഡുമാണ്. കേരളം, ഉത്തരാഖണ്ഡ്. 2024 ജൂലൈ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തോലൻ ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദി. ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് സ്വരാവർ. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1 2024 ജൂലൈ 1. 2024 ജൂലൈ 1 മുതൽ IPCCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം. IPCCക്ക് പകരം പ്രാബല്യത്തിൽ വന്നത് ഭാരതീയ ന്യായ സംഹിതയാണ്. ഭാരതീയ ന്യായ സംഹിത. 2024 ജൂലൈ 1 മുതൽ CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഗോളിയോറാണ്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസമാണ്. 15 ദിവസം. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്. വന്ദേ ഭാരത് മെട്രോ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ്. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപയേഴ്സ് എന്ന പുസ്തകം രചിച്ചത്. ബുക്ക് ഓഫ് എംപയേഴ്സ് അശ്വത ജയകുമാർ ആണ്. അശ്വത ജയകുമാർ. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം. ISRO നാസയുമായിട്ട് ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ. പേടകത്തിന്റെ പേര് നിസാർ. വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ISI മാർക്കാണ്. ISI മാർക്ക്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി UPS. പദ്ധതി ആരംഭിച്ചത് 2025 ഏപ്രിൽ 1 മുതലാണ്. UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം. ഏകീകൃത പെൻഷൻ പദ്ധതി.
2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS 08 ആണ്. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS 08. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് അസമിലെ അഹോം രാജവംശത്തിന്റെ മൈദം ശവകുടീരങ്ങളാണ്. അസമിലെ അഹോം രാജവംശത്തിന്റെ മൈദം ശവകുടീരങ്ങൾ. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി വിക്ഷേപിച്ച രാജ്യം ഇന്ത്യ. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ആണ്. ഓഗസ്റ്റ് 23. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹിയിലെ ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിൽ. ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ എ പാഷൻ ഫോർ ഡാൻസ് എന്നത് ആരുടെ ആത്മകഥയാണ്? യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ്. ISRO നാസ സംയുക്ത സംരംഭമായ ആക്സിയം മിഷൻ 4ന്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയാണ്. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയാണ് 1-0 എന്നത്. 1-0. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നായ മിൽറ്റിഫോസിൻ ഏത് രാജ്യത്തു നിന്നുമാണ് കേരളത്തിൽ എത്തിച്ചത്? ജർമ്മനിയിൽ നിന്നുമാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.